അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിഷുവിൻ്റെ ഓർഡറെല്ലാം കഴിഞ്ഞ് ഇപ്പം നമുക്ക് വെള്ളിയാഴ്ച ദിവസം കുറച്ച് 60 ബിരിയാണിക്ക് ഓർഡർ ഉണ്ട്. ഇതാ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി മുറിച്ച് മസാലക്കെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം പച്ചമുളക് ഇഞ്ചിയെല്ലാം ചതക്കിയെല്ലാം വേണം. പിന്നെ രാവിലത്തെ ചായ കഴിഞ്ഞ് പൊറോട്ടയും നല്ല ചിക്കൻ കറി, കടലക്കറി, മുട്ടക്കറി, നെയ്പ്പത്തൽ, പുട്ട് ഇതെല്ലാം രാവിലെ ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബിരിയാണീൻ്റെ വെള്ളിയാഴ്ചയല്ലേ, വേഗം ബിരിയാണി ആക്കണം. എല്ലായിടത്തും കുറേ ഓർഡർ ഉണ്ട് നമുക്കിന്ന്. പിന്നെന്ത് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന, വിഷുവിന് പോയവരെല്ലാം ടൂർ പോയവരെല്ലാം വന്ന എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? നമ്മ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ഇതാ തക്കാളി മുറിക്കുന്നുണ്ട്. നമുക്ക് അച്ചാറാക്കാനുണ്ട്. ഇന്നൊരു കല്യാണത്തിന് ഓർഡർ അച്ചാറിൻ്റെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അച്ചാറാക്കണം. ചോറിൻ്റെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചാറാക്കണം. ചാടിക്കുന്ന അങ്ങനെ ഞങ്ങൾ രണ്ടാളും മസാലയെല്ലാം ആക്കി വെച്ചിട്ട് ചായ കുടിക്കുന്നുണ്ട്. വേണ നല്ല നെയ്പ്പത്തലും ചിക്കൻ കറിയും വേണമെങ്കിൽ വാ എന്നാ. അങ്ങനെ നമ്മളെ ഇതാ ഉള്ളിയും കറിവേപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയെല്ലാം പൊരിച്ചിട്ട് നമ്മളെ മസാല എല്ലാം റെഡിയായി ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാൻ. ഇത് നല്ല കുക്കറാണ്. 10 കിലോൻ്റെ അരി ഇതേ ചോറ് ഇതിൽ നമുക്ക് കുക്കറിൽ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ദമ്മിടലാണ്. ഒറ്റൊരു കൂക്ക് മതി. ഇതിൽ 10 കിലോൻ്റെ കുക്കറാണ് ഇത്. ഇതിലൊരു കൂക്കൽ കൂക്കിയതിൻ്റെ ശേഷം നമ്മൾ വേറെ ഡബറിയിലേക്ക് മാറ്റിയിട്ട് ദമ്മിടും ചോറ്. അന്നേരം വലിയ പണിയേ ഇല്ല. നമുക്ക് ഒരു കൂക്കലിന് നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ 7 കിലോൻ്റെ അരിയാണ് ഞാൻ ഈ 10 കിലോൻ്റെ കുക്കറിൽ വെക്കുന്നത്. മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മളെ കുക്കറിൽ ഇതാ ഉള്ളി ഇട്ടിട്ടുണ്ട് പൊരിയാൻ വേണ്ടിയിട്ട്. പുകയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല. ഉള്ളി വലിയ കുക്കറാണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളി പൊരിക്കുമ്പം ഇങ്ങനെ കാണൂല. വലിയ കുക്കറായതുകൊണ്ട് അങ്ങനെ നല്ല പാങ്ങിൽ ഇതാ കച്ചമ്പറാക്കുന്നു. നല്ല ഇതിൽ കച്ചമ്പറെല്ലാം ആക്കി ഇവിടെ റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം പൊരിച്ചിട്ടിട്ടുണ്ട്. ഇതാ മല്ലിച്ചപ്പും പുതിനയെല്ലാം മുറിച്ച് വെച്ച് അങ്ങനെ നമ്മളെ ഒരു ഡബറ ചോറ് ഇവിടെ റെഡിയായി. ഒന്നായിടെ രണ്ടാമത്തെ ഇതായി പൊരിച്ച് ഇടുന്നുണ്ട്. കോഴിയെല്ലാം അങ്ങനെ പൊരിച്ച് ഇടുന്നുണ്ട്. അത്ര അച്ചാറെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിയെല്ലാം പൊരിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ ബോൾ കളിക്കാൻ വന്നേ?
സബ്സ്ക്രൈബ് ചെയ്യും. പിന്നില്ലേ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ ഹോട്ടലിലേക്ക് വരുന്നത്? നമ്മളെ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ല? തണുത്തേലം കുടിച്ചിട്ടേ ബിരിയാണി കഴിക്കുമ്പോൾ എന്നെ പറഞ്ഞോട്ടാ. ഓക്കെ, എല്ലാരോടും പറഞ്ഞോട്ടാ. ആ, അങ്ങനെ നമ്മൾ ചോറെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ രണ്ടാളത്തിട്ട് ഇതാ ചോറ് വയ്ക്കുന്നു. മുട്ടയും മസാലയും ചോറും. രണ്ടാളും ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന എന്നെ കാണിച്ചോട്ടേക്ക്. വീഡിയോ എടുക്കാൻ ആളില്ല, അതുകൊണ്ട് എന്നെ ഒന്നും കാണുന്നില്ല. എന്നെ വേബാ പിന്നെന്ത് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന. ചോറ് കഴിച്ചിട്ടായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മളെ ചോറെല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ ഇതാ വൈകുന്നേരത്തെ ചായക്ക് ഞാൻ പഴം പൊരിക്കുന്നു. നല്ല പഴം പൊരിച്ചതും ചായയും കുടിക്കാനാന്ന് വിചാരിച്ചിട്ട്. വൈകുന്നേരം ആകുമ്പോൾ കുറേ ആൾക്കാർ വരും ചായ കുടിക്കാൻ. ഇതിന് കേങ്ങ് പൊടിയുണ്ട്, പഴംപൊരി, മുട്ടയപ്പം, അതെല്ലാം ചൂടിട്ടതാ. എവിടെ രാവിലെ വന്ന് ഇതുവരെ റെസ്റ്റില്ല. ഫുള്ള് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിന്, അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ പഴം പൊരിക്കുന്നു ചായക്ക്. അങ്ങനെ നമ്മൾ പഴം പൊരിച്ചതെല്ലാം ഇവിടെ റെഡിയായി. എല്ലാം സോസസിൽ കൊണ്ടൊക്കെട്ട് ചായ ചായ ഞാനും മാങ്ങ കൊണ്ടച്ച്. നീ കൊണ്ടച്ചതാ? അത് നമുക്ക് മാവില്ല, ഫുള്ള് മാങ്ങ എല്ലാ ദിക്കിലും ഉണ്ടാ. ഇല്ല തന്നെയാ ആരെങ്കിലും കൊടുക്കുന്നുണ്ടാവും. നിനക്ക് പഴംപൊരി വേണോ? ഈ വീഡിയോയിൽ പെട്ടിടാ, ഇത് പറഞ്ഞിട്ട് വരവില്ലടാ. അങ്ങനെ നമ്മളെ പണിയെല്ലാം ഒരുങ്ങി ഷോപ്പിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. നാളെ കല്യാണത്തിന് 10 കിലോ മാങ്ങച്ചാറിന് വന്നിട്ടുണ്ടായിന്. മാങ്ങച്ചാറ് ഞാനിതാ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് 10 കിലോ മാങ്ങച്ചാറാണ് നാളെ കല്യാണത്തിന് കൊണ്ടുപോകുന്നത്. ഓർഡർ അവർ 2-3 ദിവസം ഇപ്പോഴത്തെ ഓർഡർ ആക്കിയതാണ് 10 കിലോ അച്ചാറിന്. നാളെ കൊണ്ട് കൊടുക്കണം. അതെല്ലാം ഇപ്പം ആക്കി എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കട അടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആരുമില്ല, കട അടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.